എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനുഷർ കിടനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കോശം അല്ലെങ്കിൽ സെൽസിനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജീവശാസ്ത്രം അല്ലെങ്കിൽ മനുഷ്യശാസ്ത്രത്തെ പറ്റി പഠിച്ചു. ആദ്യത്തെ പാർട്ട് നമ്മൾ പഠിച്ചു. ഈ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സെൽ അല്ലെങ്കിൽ കോശം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു പ്രസ്താവന ചോദ്യത്തിലേക്ക് കടക്കാം. പ്രസ്താവന ചോദ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. പ്രസ്താവന ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന: കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡം വാൻ ലിവൻഹുക്ക് ആണ്. ഓപ്ഷൻ 2: കോശത്തെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം മൈക്രോഗ്രാഫിയ 1665 പ്രസിദ്ധീകരിച്ചതാണ്. ഓപ്ഷൻ 3: ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ആണ്. ഓപ്ഷൻ 4: കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ പ്രസ്താവന ഇങ്ങനാണ്: കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡം വാൻ ലിവൻഹുക്ക് ആണ്. ശരിയോ തെറ്റോ? കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ആൻഡം വാൻ ലിവൻഹുക്ക് ആണോ? അല്ല, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പിന്നെ ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. റോബർട്ട് ഹുക്ക് ആണ് കോശം ആദ്യമായി കണ്ടെത്തിയത്. അപ്പൊ കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ആണെന്ന് പഠിച്ചു. അപ്പോൾ ആരായിരിക്കും ഈ ആൻഡം വാൻ ലിവൻഹുക്ക്? ആ പേരിനകത്ത് ആ ലിവൻ എന്താക്കണം? ലിവൻ ആക്കണം. അപ്പൊ നമുക്കൊരു പേര് കിട്ടും. എന്താ? ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ആൻഡം വാൻ ലിവൻഹുക്ക് ആണ്. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ആയിരുന്നു എന്നാ. അപ്പൊ അതും തെറ്റാണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? അത് ആൻഡം വാൻ ലിവൻഹുക്ക് ആണ്. പഠിച്ചേ, രണ്ട് പ്രസ്താവന പഠിച്ചു. കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്, കോശം ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡം വാൻ ലിവൻഹുക്ക്. അടുത്തത്, കോശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം മൈക്രോഗ്രാഫിയ ആണ്. മൈക്രോഗ്രാഫിയ ആണോ കോശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം? അതെ. അപ്പം രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. കോശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യത്തെ പുസ്തകം മൈക്രോഗ്രാഫിയയാണ്. അടുത്ത നാലാമത്തെ പ്രസ്താവന നോക്കൂ. കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണോ? ആണ്. ന്യൂക്ലിയസ് എന്ന പേര് നൽകിയത് ആരാണ്? കോശത്തിനൊരു കേന്ദ്രമുണ്ടെന്നും ആ കേന്ദ്രത്തിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചതും റോബർട്ട് ബ്രൗൺ ആണ്. അപ്പൊ നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന നമ്മൾ കണ്ടുപിടിച്ചു. 2ഉം 4ഉമാണ്. അപ്പൊ 4 പ്രസ്താവന ഇതിൽ നിന്ന് പഠിച്ചത്: ഒന്ന്, കോശത്തെ കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്. ജീവനുള്ള കോശത്തെ ആദ്യമായി കണ്ടെത്തിയത് ആൻഡം വാൻ ലിവൻഹുക്ക്. ലിവൻ ആ പേരിനകത്ത് നോർത്താൽ മതി. ആൻഡം വാൻ ലിവൻഹുക്ക്. കോശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം മൈക്രോഗ്രാഫിയ. അടുത്തത്, കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ. ന്യൂക്ലിയസ് എന്ന പേര് നൽകിയത് റോബർട്ട് ബ്രൗൺ. അപ്പൊ 4 കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. 4 പ്രസ്താവന പഠിച്ചു. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന 2ഉം 4ഉം അല്ലെ? ഓപ്ഷൻ ബി 2ഉം 4ഉമാണെന്നും പഠിച്ചു. അപ്പോൾ കോശത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? സൈറ്റോളജി എന്നാണ്. കോശത്തെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി. സെൽ എന്ന ലാറ്റിൻ പദത്തിന് അർത്ഥം എന്താണ്? ചെറിയ മുറി എന്നാണ്. സെൽ എന്ന ലാറ്റിൻ പദത്തിന് അർത്ഥം ചെറിയ മുറി എന്നാണ്. അപ്പോൾ എന്താണ് ഒരു സെൽ അല്ലെങ്കിൽ കോശം എന്ന് പറയുന്നത്? ഒരു ജീവിയുടെ അടിസ്ഥാനപരമായതും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകമാണ് കോശം. നമ്മൾ ആറ്റം എന്നൊക്കെ കെമിസ്ട്രിക്കകത്ത് പറയുന്നത് പോലെ ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് കോശം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ചു, കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്, ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡം വാൻ ലിവൻഹുക്ക്, കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ. അങ്ങനെയെങ്കിൽ സസ്യകോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? സസ്യകോശം ആദ്യമായി കണ്ടെത്തിയത് MJ ഷീൽഡൻ ആണ്. 1838 MJ ഷീൽഡൻ ആണ് സസ്യകോശം ആദ്യമായി കണ്ടെത്തിയത്. അപ്പോൾ ജന്തുകോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷാൻ ആണ്. തിയോഡർ ഷാൻ 1839 തിയോഡർ ഷാൻ ആണ് ജന്തുകോശം ആദ്യമായി കണ്ടെത്തിയത്. അപ്പൊ സസ്യകോശം ആരാണ്? MJ ഷീൽഡന്. അടുത്തത് ജന്തുകോശം ആരാണ്? തിയോഡർ ഷാൻ ആണ്. കോശം ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡം വാൻ ലിവൻഹുക്ക് ആണ്. കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. ഈ 4 കാര്യങ്ങളും പഠിച്ചിരിക്കുക. ഇനിയും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ ഒന്ന് പഠിക്കാൻ മറന്നു പോവരുത് ഈ പേരുകൾ. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ
കോശത്തിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. കോശത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ ചിലതാണ് മർമ്മം, കോശദ്രവ്യം, കോശസ്തരം, കോശഭിത്തി, ഫേനം, മൈറ്റോകോൺട്രിയോൺ. ക്ലിയർ ആയോ? ഇത് ഇത്രയും ഇതിനകത്തെ പ്രധാനപ്പെട്ട കോശഭാഗങ്ങളാണ്. അങ്ങനെയെങ്കിൽ മർമ്മം എന്താണ്? എന്താണ് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ്? നമ്മൾ പറഞ്ഞു കോശത്തിന്റെ കേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. കോശത്തിന്റെ കേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? സെന്റർ കണ്ടെത്തിയത്, കോശത്തിന്റെ സെന്റർ കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ. ഇതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് ആരാണ്? അതും റോബർട്ട് ഹുക്ക് ആണ്. റോബർട്ട് ബ്രൗൺ ആണ്, റോബർട്ട് ഹുക്ക് അല്ല, റോബർട്ട് ബ്രൗൺ ആണ്. കോശം കണ്ടെത്തിയതാണ് റോബർട്ട് ഹുക്ക്, മർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. അങ്ങനെയെങ്കിൽ ന്യൂക്ലിയസ് എന്തായിരിക്കും? കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ്. നിയന്ത്രണ കേന്ദ്രം, കോശത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മമാണ്. അപ്പൊ കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം പഠിച്ചല്ലോ. എന്ത്? മർമ്മം. മർമ്മം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. കോശകേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ ഇതാണ് ഒരു മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ മർമ്മത്തിന് കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാണ് മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയോലസ്. എന്താണ് മർമ്മകം എന്ന് പറയുന്നത്? ഈ ഒരു വൈൻ കളറിൽ കാണപ്പെടുന്ന ഈ ഭാഗമാണ് മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. കാണുമ്പോഴേ അറിയാൻ മതി ഏത് ആകൃതിയാണ്? ഗോളാകൃതിയാണ്. അപ്പൊ ഈ ഒരു പിക്ചർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും. ഈ ഒരു പിക്ചർ ഒന്ന് മനസ്സിലോർത്തെ. കണ്ടല്ലോ, നടുക്ക് കാണപ്പെടുന്നത് ഗോളാകൃതിയിലാണ്, സർക്കുലറിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇതാണ് ഏത്? മർമ്മകം. ഇവ എന്തിനു സഹായിക്കുന്നു? റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പൊ റൈബോസോം എന്താണ് നമ്മൾ വരുമ്പോൾ പഠിക്കും. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഭാഗം, മർമ്മത്തിലെ ഭാഗം ഏതാണ്? അത് മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയോലസ് ആണ്. പഠിച്ചേ. അടുത്ത രണ്ടാമത്തതാണ് മർമ്മദ്രവ്യം. ആ പർപ്പിൾ കളറിൽ കാണപ്പെടുന്നതാണ് എന്ത്? മർമ്മദ്രവ്യം. നിങ്ങൾ ആ മർമ്മദ്രവ്യത്തിൽ കാണുമ്പോൾ കുറെ വല പോലുള്ളത് കാണപ്പെടും അല്ലെ? അതാണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. അപ്പം മർമ്മത്തിലുള്ള ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം ഏതാണ്? അത് മർമ്മദ്രവ്യമാണ്. അവിടെ എന്തൊക്കെ കാണപ്പെടുന്നു? മർമ്മകവും ക്രൊമാറ്റിൻ റെറ്റിക്കുലവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു. അപ്പൊ രണ്ടെണ്ണം പഠിച്ചു. ഒന്ന് മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയസ്, ഗോളാകൃതിയിൽ കാണപ്പെടുന്നു. റൈബോസോം, ഗോളാകൃതി, ഗോളാകൃതി, റൈബോസോം. ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ഇത് രണ്ടും ഏതാണ്? മർമ്മകം, മർമ്മകം. അടുത്ത മർമ്മദ്രവ്യം, ന്യൂക്ലിയോപ്ലാസം. ഏതായിരിക്കും? ദ്രവ്യമാണ്. അപ്പൊ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന, മർമ്മത്തിന്റെ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ്. എന്തൊക്കെ കാണും അതിനകത്ത്? ക്രൊമാറ്റിൻ റെറ്റിക്കുലവും ഉണ്ട്. അതേപോലെ തന്നെ ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ മർമ്മകവും കാണപ്പെടുന്നത് ഈ മർമ്മദ്രവ്യത്തിനകത്താണ്. അടുത്ത മർമ്മസ്തരം, ഏറ്റവും അവസാനം കണ്ടതാണ് അല്ലെ? മർമ്മസ്തരം. അതിനു മുമ്പ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം നമ്മൾ പഠിച്ചു. ക്രൊമാറ്റിൻ റെറ്റിക്കുലം മർമ്മദ്രവ്യത്തിലാണ് കാണപ്പെടുന്നത്, ആ നൂല് പോലെ ഇരിക്കുന്നത്. അപ്പൊ എന്താണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് നമുക്കൊന്ന് നോക്കാം. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നതാണ് ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം. അതിനകത്ത് ഇമ്പോർട്ടന്റ് മറ്റൊന്നാണ്, ജീനുകളെ ഉൾക്കൊള്ളുന്നത് ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആണ്. ജീനുകളെ ഉൾക്കൊള്ളുന്നുണ്ട്. ക്രൊമാറ്റിൻ റെറ്റിക്കുലം ജീനുകളെ ഉൾക്കൊള്ളുന്നു. അപ്പൊ അത്രയും പഠിച്ചല്ലോ. അങ്ങനെയെങ്കിൽ മർമ്മസ്തരം അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്താണെന്ന് ചോദിച്ചാൽ മർമ്മത്തെ ആവരണം ചെയ്തു കാണപ്പെടുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ്. അവിടെ ഇമ്പോർട്ടന്റ് ആണ്. മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരുപാളികളുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് മർമ്മസ്തരം അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. അപ്പോൾ എന്താണ് മർമ്മരന്ധ്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്? അവിടെ കണ്ടോ, ചെറു സുഷിരങ്ങൾ കണ്ടോ? അത് തന്നെ മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ് എന്ത്? മർമ്മരന്ധ്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ പോർ. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട നിർവഹണം എന്താണെന്ന് ചോദിച്ചാൽ മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് ന്യൂക്ലിയർ പോർ ആണ്. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ നമ്മൾ മർമ്മം എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു? കോശത്തിന്റെ കേന്ദ്ര ഭാഗമാണ് മർമ്മം. ഓക്കെ, ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ പ്രധാന ഭാഗങ്ങളാണ് ഒന്ന് മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയോലസ്, ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത്. മറ്റൊന്ന് നമ്മൾ പഠിച്ചു, ഇവർ റൈബോസോമിന്റെ നിർവഹണത്തിൽ അല്ലെങ്കിൽ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. രണ്ട്, മർമ്മദ്രവ്യം ആ ഒരു പർപ്പിൾ കളറിൽ കാണപ്പെടുന്നു. അവിടെ എന്തുണ്ട്?
ക്രൊമാറ്റിൻ റെറ്റിക്കുലവുമുണ്ട്, മർമ്മകവുമുണ്ട്. ആ മർമ്മത്തിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം. അടുത്തത് മർമ്മസ്തരം അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ. ഏറ്റവും അവസാനമാണ് അല്ലെങ്കിൽ ഇത് മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം എന്ന് പറയുന്നത്. ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്തായിരുന്നു? ജീനുകൾ ഉൾക്കൊള്ളിക്കുന്ന വലക്കണ്ണികൾ കെട്ടുപിണഞ്ഞു കാണപ്പെടുന്നതാണ്, മർമ്മദ്രവ്യത്തിൽ കാണപ്പെടുന്നതാണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം. അടുത്ത മർമ്മരന്ധ്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ പോർ എന്താണ്? മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ്. എന്തിനാണ്? പദാർത്ഥ സംവഹനത്തിന് വേണ്ടി പ്രധാന പങ്ക് വഹിക്കുന്നത് ഏതാണ്? ഈ മർമ്മരന്ധ്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ പോർ ആണ്. ഇത്രയും ഭാഗങ്ങൾ പഠിച്ചല്ലോ. ന്യൂക്ലിയസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിച്ചു. അങ്ങനെയെങ്കിൽ കണ്ടോ, ഇതാണ് ഒരു സസ്യകോശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സെൽ എന്ന് പറയുന്നത്. സസ്യ സെല്ലാണ് അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലാണ്. സസ്യകോശത്തിനകത്ത് മർമ്മമുണ്ട്, കോശസ്തരമുണ്ട്, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശദ്രവ്യം, ഹരിതകണം. കണ്ടോ, ഹരിതകണം ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതെന്താണ്? സസ്യകോശമാണ്. ജന്തുകോശങ്ങളിൽ കാണപ്പെടുമോ? ഇല്ല. അപ്പൊ ഹരിതകണമുണ്ട്, കോശഭിത്തി ഉണ്ട്, മൈറ്റോകോൺട്രിയോൺ ഉണ്ട്, ഫേനമുണ്ട്, ഗോൾജി കോംപ്ലക്സ് ഉണ്ട്. അപ്പം ഇതിനകത്ത് മർമ്മം കണ്ടോ, ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത്. അടുത്ത കോശസ്തരം കൊടുത്തിട്ടുണ്ട്. കോശസ്തരം കണ്ടല്ലോ. അപ്പം ഇവിടെ പറയേണ്ട കാര്യം കോശഭിത്തിയുണ്ട്. സസ്യങ്ങളുടെ കോശത്തിന് ഏറ്റവും പുറമെ കാണപ്പെടുന്ന സ്ഥലമാണ് കോശഭിത്തി. അങ്ങനെയെങ്കിൽ ജന്തുകോശങ്ങളിൽ ഏറ്റവും പുറമേയുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോശസ്തരമാണ്. അതും ഇതിന്റെ കൂടെ ഒന്ന് പഠിച്ചിരിക്കുക. ക്ലിയർ ആയല്ലോ സസ്യകോശം. അങ്ങനെയെങ്കിൽ എന്താണ് പ്രോകാരിയോട്ടുകൾ, യൂകാരിയോട്ടുകൾ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഈ ഇടയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. പ്രോകാരിയോട്ട്, യൂകാരിയോട്ടുകൾ. എന്താണ് പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത്? കോശത്തില് മർമ്മം കാണപ്പെടാത്ത ജീവികൾ അറിയപ്പെടുന്ന പേര്. ന്യൂക്ലിയസ് കാണപ്പെടില്ല, അതിനെയാണ് പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. കോശത്തിൽ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് കാണപ്പെടാത്ത ജീവികൾ അറിയപ്പെടുന്നത് പ്രോകാരിയോട്ടുകൾ. ഉദാഹരണം ബാക്ടീരിയ, സെനോബാക്ടീരിയ, മൈക്രോപ്ലാസ്മ. ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്രോപ്ലാസ്മ. അങ്ങനെയെങ്കിൽ എന്താണ് യൂകാരിയോട്ടുകൾ എന്ന് പറയുന്നത്? എന്തായിരിക്കും? ന്യൂക്ലിയസ് കാണപ്പെടും അല്ലെ. കോശങ്ങളിൽ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് യൂകാരിയോട്ടുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ അമീബയുണ്ട്, സസ്യങ്ങളുണ്ട്, ജന്തുക്കളുണ്ട്. ഇവയെല്ലാം യൂകാരിയോട്ടുകളാണ്. അപ്പൊ ഇത് SCERT NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഭാഗമാണ്. പ്രോകാരിയോട്ടുകളും യൂകാരിയോട്ടുകളും പഠിച്ചു വെക്കുക. ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവയെ പ്രോകാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു. എന്നാൽ അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയുടെ കോശങ്ങളിൽ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്നതിനാൽ ഇവയെ യൂകാരിയോട്ടുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പം പ്രോകാരിയോട്ടുകൾ എന്താണെന്ന് പഠിക്കുക, യൂകാരിയോട്ടുകൾ എന്താണെന്ന് പഠിക്കുക. അവയുടെ രണ്ടിന്റെയും ഉദാഹരണം പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്തതാണ് ജീവദ്രവ്യവും കോശദ്രവ്യവും. സിമ്പിൾ ആയിട്ട് പറയാം. എന്താണ് ജീവദ്രവ്യം എന്ന് പറയുന്നത്? കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന് പറയുന്നത്. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളും, നമ്മൾ സസ്യകോശം പഠിച്ചപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അവയെല്ലാം ചേർത്ത് പറയുന്നതാണ് എന്ത്? ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം. അപ്പോൾ എന്താണ് കോശദ്രവ്യം എന്ന് പറയുന്നത്? അതിനകത്തെ മർമ്മം ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളെല്ലാം ചേർത്ത് പറയുന്നതാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. അപ്പം ജീവദ്രവ്യം എന്താണെന്ന് ചോദിച്ചാൽ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത് ജീവദ്രവ്യം. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം കോശദ്രവ്യം. ജീവപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെ പറയുന്ന പേരാണ് കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ്. അപ്പൊ എന്താ കോശാംഗങ്ങൾ എന്ന് പറയുന്നത്? ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെയാണ് കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കോശാംഗങ്ങൾ നോക്കാം. ഒന്ന് മൈറ്റോകോൺട്രിയ.
മൈറ്റോകോൺട്രിയോൺ. എന്താണ് മൈറ്റോകോൺട്രിയോൺ? ഒറ്റ വേർഡ് മൈറ്റോകോൺട്രിയോണിനെ പറ്റി പഠിച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് തന്നെത്താൻ പഠിക്കാൻ പറ്റും. ഒന്ന് ഏതാണ്? ഊർജ നിലയം. കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ മൈറ്റോകോൺട്രിയോൺ ആണ്. ഊർജ നിലയം. ഈ ഊർജം എന്ന വാക്കൊന്ന് പഠിച്ചു വെച്ചോ. ഊർജം, മൈറ്റോകോൺട്രിയോൺ, ഊർജം. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന പഠിച്ചു, കോശത്തിലെ ഊർജ നിലയം മൈറ്റോകോൺട്രിയോൺ. 2, എന്തിനായിരിക്കും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നത്? ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. അപ്പം ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയോൺ ആണ്. മൈറ്റോകോൺട്രിയോൺ. അടുത്തത് മറ്റൊരു പ്രത്യേകത, ഊർജം ആവശ്യമായ അവയവങ്ങൾ. ഊർജം ആവശ്യമായത് ഏതാണ്? ആ ഊർജം കൂടുതലായിട്ട് ആവശ്യമുള്ളത് കരൾ, തലച്ചോറ്, പേശി ആണല്ലോ. ഈ കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് അപ്പോൾ ഏതായിരിക്കും? മൈറ്റോകോൺട്രിയോൺ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു വേർഡേ പഠിച്ചുള്ളൂ, ഊർജം. അത് വെച്ച് നമ്മൾ ആ പോയിന്റ് എല്ലാം പഠിച്ചു. മൈറ്റോകോൺട്രിയോണുമായി ബന്ധപ്പെട്ട ഒന്ന് എന്താണ്? കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നു. ഊർജം അതേപോലെ തന്നെ ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. അടുത്തത് പഠിച്ചു, ഊർജം കൂടുതൽ ആവശ്യമായ അല്ലെങ്കിൽ ഊർജാവശ്യം കൂടുതലുള്ള തലച്ചോറ്, കരള്, പേശികൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്നത് ഏതാണ്? എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് മൈറ്റോകോൺട്രിയോൺ ആണ്. 3 പഠിച്ചേ. ഊർജം വെച്ച് 3 പഠിച്ചു, 3 പോയിന്റ് പഠിച്ചു. അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? അതും ഒരു വേർഡ് പഠിച്ചാൽ മതി, സഞ്ചാരപാത. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സഞ്ചാരപാത. സഞ്ചാരപാത എന്ന വാക്ക് പഠിച്ചോ. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പൊ എന്തായിരിക്കും അവിടെ നടക്കുന്നത്? കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നൽകുന്നത് ഇതിലൂടെയാണ്. അപ്പം കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഏതിലൂടെയാണ്? ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ അടുത്ത ഒരു പോയിന്റ് ആണ്, കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്നും അറിയപ്പെടുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. അപ്പം കോശത്തിനുള്ളില് അല്ലെങ്കിൽ കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനായി ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോശാസ്ഥികൂടം. അപ്പൊ 2 പഠിച്ചു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സഞ്ചാരപാത പഠിച്ചു, അതേപോലെ തന്നെ കോശാസ്ഥികൂടം പഠിച്ചു. കോശാസ്ഥികൂടം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിന് ആകൃതിയും ദൃഢതയും നൽകുന്നത് കൊണ്ടായിരിക്കും. സഞ്ചാരപാത എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് കൊണ്ടായിരിക്കും. അപ്പൊ 2 പഠിച്ചല്ലോ. മൈറ്റോകോൺട്രിയോണും പഠിച്ചു, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും പഠിച്ചു. മൈറ്റോകോൺട്രിയോൺ പറയുമ്പോൾ ഏത് ഓർക്കണം? ഊർജം ഓർക്കുക. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പറയുമ്പോൾ എന്തൊക്കെ ഓർക്കുക? സഞ്ചാരപാതയും ഓർക്കുക. അതേപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് കോശാസ്ഥികൂടം. ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ അടുത്തത് റൈബോസോം. എന്താണ് റൈബോസോം? കോശത്തിലെ മാംസ നിർമ്മാണ കേന്ദ്രം. കോശത്തിനുള്ളിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം ഏതാ? റൈബോസോം ആണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നതാണ് റൈബോസോം എന്ന് പറയുന്നത്. അപ്പൊ റൈബോസോം പഠിച്ചല്ലോ. എന്താണ്? കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ അല്ലെങ്കിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു. ഓക്കെ, അപ്പം 1 പഠിച്ചു മൈറ്റോകോൺട്രിയോൺ, ഊർജ നിലയം. 2 പഠിച്ചു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സഞ്ചാരപാത, അതേപോലെ തന്നെ കോശാസ്ഥികൂടം. അടുത്തത് റൈബോസോം. റൈബോസോം ഓർക്കുക, മാംസ്യ നിർമ്മാണ കേന്ദ്രം. മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. അടുത്തത് ഫേനം അല്ലെങ്കിൽ വാക്യൂൾ. എന്താണ് ഫേനം? ടോണോപ്ലാസ്റ്റ്. ഫേനം പറയുമ്പോൾ ടോണോപ്ലാസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ എന്തായിരിക്കും ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്? ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഫേനം. അപ്പം ഫേനം എന്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ അത് ടോണോപ്ലാസ്റ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഈ ടോണോപ്ലാസ്റ്റ് എന്നത്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് ഏതാണ്? ഈ ഫേനം ആണ് എന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ സങ്കോച ഫേനമുണ്ട്. സങ്കോച ഫേനം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്.
അമീബകളുടെ വിസർജനത്തിന് സഹായിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സങ്കോചഫേനം ആണ്. സങ്കോചഫേനം അമീബകളുടെ വിസർജനത്തിന് സഹായിക്കുന്നത് സങ്കോചഫേനം. വേറൊരെണ്ണോട് നമ്മൾ ഫുഡ് വാക്യൂളൊക്കെ പഠിച്ചതാണ്. ഇവിടെ ഫേനം പറയുമ്പം ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഒന്ന് ടോണോപ്ലാസ്റ്റ്. ഫേനത്തെ ആവരണം ചെയ്യപ്പെടുന്നത് ടോണോപ്ലാസ്റ്റ് ആണ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത്. അടുത്തത് ഗോൾജി കോംപ്ലക്സ്. ഇതിന്റെ കൂടെ തന്നെ മറ്റുള്ള ക്രൊമാറ്റിൻ റെറ്റിക്കുലോട് ഓർത്തോണം. ജീനുകൾ കാണപ്പെടുന്നത് ക്രൊമാറ്റിൻ റെറ്റിക്കുലം നമ്മൾ ആദ്യം പഠിച്ചിരുന്നു, മർമ്മത്തിനകത്ത് പഠിച്ചിരുന്നു. ഇനി ഗോൾജി കോംപ്ലക്സ് എന്താണ്? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്നത് ഈ ഗോൾജി കോംപ്ലക്സുകളാണ്. ഗോൾജി കോംപ്ലക്സുകൾ. ഈ ഗോൾജി കോംപ്ലക്സുകളെ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, കോശത്തിലെ ട്രാഫിക് പോലീസ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ ഗോൾജി കോംപ്ലക്സ് ആണ്. അപ്പൊ അത് വെച്ച് ഓർത്തിരുന്നാൽ മതി. ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. അപ്പം രാസാഗ്നികൾ, ഹോർമോണുകൾ, രസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തരങ്ങളിലാക്കുന്നത് ഈ ഗോൾജി കോംപ്ലക്സ് ആണ്. ഗ്രന്ഥി കോശങ്ങളിലാണ് ഗോൾജി കോംപ്ലക്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ഒന്ന് മൈറ്റോകോൺട്രിയോൺ. എന്തോർക്കണം? മൈറ്റോകോൺട്രിയോൺ ഊർജം. കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയോൺ. ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നത് മൈറ്റോകോൺട്രിയോൺ. ഊർജം കൂടുതലുള്ള അല്ലെങ്കിൽ ഊർജ ആവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നീ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് മൈറ്റോകോൺട്രിയോൺ. രണ്ടാമത്തെ പഠിച്ചു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്തായിരുന്നു? സഞ്ചാരപാതയാണ്. അപ്പൊ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് ആരായിരിക്കും? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അടുത്ത ഒരു പോയിന്റ് നമ്മൾ അതിനകത്ത് തന്നെ പഠിച്ചു, കോശാസ്ഥികൂടം. അപ്പൊ കോശാസ്ഥികൂടം, അസ്ഥികൂടം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാകൃതിയും ദൃഢതയും നൽകുന്നത് ആരായിരിക്കും? കോശത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അടുത്തത് റൈബോസോം. റൈബോസോം പഠിച്ചപ്പം പോയിന്റ് ഏതായിരുന്നു? ഓർത്തിരിക്കണമെന്ന് പറഞ്ഞേ, മാംസ്യ നിർമ്മാണ ഭാഗമാണ്. കോശത്തിലെ മാംസ്യ നിർമ്മാണ ഭാഗമാണ് റൈബോസോം. അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ അല്ല എങ്കിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു. അടുത്ത ഫേനം അല്ലെങ്കിൽ വാക്യൂൾ എന്തിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? ടോണോപ്ലാസ്റ്റിനാൽ ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. ക്ലിയർ ആയോ? അതിനകത്ത് തന്നെ ഓർത്തിരിക്കുക സങ്കോചഫേനം എന്താണെന്ന്. അടുത്ത ഗോൾജി കോംപ്ലക്സ്. എന്താണ് ഗോൾജി കോംപ്ലക്സ്? കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നു. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തരങ്ങളിലാക്കുന്നു. അതേപോലെ തന്നെ ഗ്രന്ഥി കോശങ്ങളിലാണ് ഇവ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ ജന്തുകോശം കണ്ടോ? കോശസ്തരം കണ്ടല്ലോ. നമ്മൾ പഠിച്ചായിരുന്നു എന്താണ്? ജന്തുകോശങ്ങളിലെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം. അപ്പം സസ്യങ്ങളുടെ കോശങ്ങളിലെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഏതാണ്? അത് കോശഭിത്തിയാണ്. സെൽ വാൾ അല്ലെങ്കിൽ കോശഭിത്തിയാണ്. ഇത് കോശസ്തരം. ക്ലിയർ ആയല്ലോ? അപ്പം ജന്തുകോശം കണ്ടോ? കോശസ്തരമുണ്ട്, മർമ്മമുണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം, മൈറ്റോകോൺട്രിയോൺ, കോശദ്രവ്യം, റൈബോസോം, സെൻട്രോസോം. ഇതിനകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചില്ല. ഒന്ന് ലൈസോസോമും ഒന്ന് സെൻട്രോസോം. അപ്പൊ എന്താണ് സെൻട്രോസോം എന്ന് പറയുന്നത്? ഇത് കണ്ടോ, ഇതാണ് സെൻട്രോസോം. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് അല്ലെങ്കിൽ കോശഭാഗമാണ് സെൻട്രോസോം. കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ സെൻട്രോസോമിലാണ്. അപ്പൊ ഊർജ നിലയം ഏതായിരുന്നു? ഊർജ നിലയം ശരിയാ, ഏതാ? വെരി ഗുഡ്, മൈറ്റോകോൺട്രിയാണ് ഊർജ നിലയം അല്ലെ? അപ്പൊ സഞ്ചാരപാത, കോശാസ്ഥികൂടം ഏതായിരുന്നു? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പൊ നിങ്ങൾ പഠിച്ചു. അപ്പൊ സെൻട്രോസോം പഠിച്ചല്ലോ. എന്താണ്? ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. കോശ വിഭജനത്തിന് സഹായിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സെൻട്രോസോമിലാണ്. അടുത്ത ഒന്നുകൂടെ ഉണ്ട് പഠിക്കാൻ, ലൈസോസോം. എന്താണ് അപ്പോൾ ലൈസോസോം എന്ന് പറയുന്നത്? കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹന രസങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ലൈസോസോം. ഇതും ജന്തുകോശത്തിൽ കാണപ്പെടുന്നു. അപ്പൊ എന്താ ലൈസോസോം എന്ന് പറയുന്നത്?
കോശത്തിനുള്ളിൽ ഏതെങ്കിലും അന്യവസ്തുക്കൾ പ്രവേശിക്കുന്നുണ്ടോ എങ്കിൽ ആ അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹന രസങ്ങൾ ഡൈജസ്റ്റീവ് എൻസൈംസ് അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? ലൈസോസോമിലാണ്. ഇത് ജന്തുകോശത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചേ? ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആദ്യം നമ്മൾ പഠിച്ചായിരുന്നു. അത് ഇതിന്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ജീനുകൾ ഉൾക്കൊള്ളുന്നത്, അതേപോലെ തന്നെ വലക്കണ്ണികളായിട്ട് കാണപ്പെടുന്നത് ക്രൊമാറ്റിൻ റെറ്റിക്കുലം. കോശദ്രവ്യത്തിലാണ് ക്രൊമാറ്റിൻ ജാലികയും മർമ്മകവും കാണപ്പെടുന്നത്. എല്ലാം നമ്മൾ പഠിച്ച കാര്യം. അടുത്തത് റൈബോസോം പഠിച്ചു, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതേപോലെ മൈറ്റോകോൺട്രിയോൺ. പിന്നെ നമ്മൾ പഠിച്ച ഏതായിരുന്നു? ഗോൾജി കോംപ്ലക്സ് പഠിച്ചു അല്ലെ? അപ്പം ഇതെല്ലാം എന്ത് വേണം? ഓർമ്മ വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഫേനം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അമീബകളിലെ വിസർജ്യ കാണപ്പെടുന്ന ഫേനം ഏതാണ്? സങ്കോച ഫേനമാണ്. അതേപോലെ ഫുഡ് വാക്യൂൾ ഉണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ലൈസോസോം വരെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഈ കോശഭിത്തി നമ്മൾ പഠിച്ചു. കോശഭിത്തി ഏതായിരുന്നു? സസ്യകോശങ്ങളിൽ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശഭിത്തി എന്ന് പറഞ്ഞു. ഈ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാലാണെന്നറിയാമോ? സെല്ലുലോസിനാൽ ആണ്. അത് ഇതിന്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. സെല്ലുലോസിനാലാണ് ഈ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കോശത്തെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് ഭാഗം ഏതാണ്? അത് സ്തരാവരണമാണ് ഒരു കോശത്തെ മറ്റു കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്. സ്തരാവരണം. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാ? ജൈവ കണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് ആണ്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം എന്ന് പറയുന്നത് ജൈവ കണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ്. ഈ ജൈവ കണങ്ങളെ വർണ്ണ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്, രണ്ടാമത്തത് വർണ്ണകണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ്, മൂന്നാമത്തത് ശ്വേതകണം അല്ലെങ്കിൽ ല്യൂക്കോപ്ലാസ്റ്റ്. അപ്പൊ ഹരിതകണം, വർണ്ണകണം, ശ്വേതകണം. ഒന്നുമില്ല, ഒന്നാമത്തത് ഹരിതകണം. നമ്മൾ ജൈവകണം എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു? സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം പ്ലാസ്റ്റിഡ്സ് അല്ലെങ്കിൽ ജൈവകണം. ഈ ജൈവകണങ്ങളെ വർണ്ണവസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തിരിച്ചു. അതിൽ ഒന്നാമത്തതാണ് ഹരിതകണം. ഹരിതകണം എന്തായിരിക്കും? പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണമാണ്. അപ്പൊ ഹരിതകണം പഠിച്ചല്ലോ. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ആരാണ്? ഹരിതകണമാണ്. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണം. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് ഏതാണ്? അതാണ് വർണ്ണകം. നിറം, വർണ്ണം, അങ്ങനെ ഓർത്താൽ മതി. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണകണമാണ്. അപ്പോൾ ശ്വേതകണം എന്താണ്? നിറമില്ലാത്ത ജൈവകണമാണ് ശ്വേതകണം. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഒന്ന് ഹരിതകണം, പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണകണം. നിറമില്ലാത്ത ജൈവകണമാണ് ശ്വേതകണം. ശ്വേത, വെള്ള, അങ്ങനെ ഓർത്താൽ മതി. നിറമില്ലാത്ത ജൈവകണം ശ്വേതകണം. പഠിച്ചല്ലോ. അങ്ങനെയെങ്കിൽ ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലെ ഭാഗമാണ്. എന്താണ് ജൈവകണം അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്? സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ്. ഇവ 3 രീതിയിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. വർണ്ണകം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ്, ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്, ശ്വേതകണം അല്ലെങ്കിൽ ല്യൂക്കോപ്ലാസ്റ്റ് നമ്മളിവിടെ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നതിന് ഹരിതകണമാണ് അല്ലെ? നമ്മളിപ്പോ പഠിച്ചു. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നതിന് സഹായിക്കുന്നത് ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്. അങ്ങനെയെങ്കിൽ വർണ്ണകങ്ങളായ പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണകണമാണ്. വർണ്ണകണം, പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നു. വർണ്ണകങ്ങളിലെ ചില വർണ്ണകങ്ങളാണ് സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. അപ്പൊ ഇത് ഏതൊക്കെ നിറമാ നൽകുന്നതെന്ന്? ഒന്ന് സാന്തോഫിൽ ഏത് നിറമാണ് നൽകുന്നത്? മഞ്ഞ നിറമാണ്. കരോട്ടിൻ, ക്യാരറ്റ് ഓർത്താൽ മതി. ക്യാരറ്റിന്റെ നിറം എന്തായിരിക്കും? ഒരു മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ് അല്ലെ? അപ്പം കരോട്ടിൻ ഏതാണ്? മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം. അടുത്ത ആന്തോസയാനിൻ ചുവപ്പ്, പർപ്പിൾ നിറങ്ങൾ. അപ്പൊ 3 ഇതും ഓർത്തിരുന്നോണേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. ഇവയുടെ ഏറ്റക്കുറച്ചിലുകളാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത്. പ്രത്യേക നിറമില്ലാത്ത ജൈവകണം ഏതാണ്? ശ്വേതകണമാണ്. ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ കാണപ്പെടുന്നത് ഏതാണ്?
അത് ശ്വേതകണമാണ്. ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ കാണപ്പെടുന്നത്, കൂടുതലായി കാണപ്പെടുന്നത് ശ്വേതകണമാണെന്ന് ഓർത്തിരിക്കുക. പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിൽ ഹരിതകണങ്ങൾ വർണ്ണകങ്ങളായി മാറുന്നു. അന്നജം പഞ്ചസാരകളായും മാറുന്നു. ഇതാണ് പഴങ്ങളുടെ നിറമാറ്റത്തിനും രുചിമാറ്റത്തിനും പിന്നിലെ രഹസ്യം. അപ്പം പഴങ്ങളുടെ നിറമാറ്റത്തിനും രുചിമാറ്റത്തിനും പിന്നിലുള്ള രഹസ്യം എന്താണ്? പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായി മാറുന്നു. അപ്പൊ അത് സാന്തോഫിൽ ആവാം, കരോട്ടിൻ ആകാം, അല്ലെങ്കിൽ ആന്തോസയാനിൻ ആവാം. അങ്ങനെ വർണ്ണകണങ്ങളായിട്ട് മാറുന്നു. അതേപോലെ തന്നെ അന്നജം എന്തായിട്ട് മാറുന്നു? പഞ്ചസാരയായിട്ട്, ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങളാ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഓർത്തിരിക്കുക, നമ്മൾ പഠിച്ച എന്തായിരുന്നു? സെല്ല് കണ്ടെത്തിയത് ആരാണ്? അതേപോലെ ലിവിങ് സെല്ല് ആദ്യമായിട്ട് ജീവനുള്ള കോശം കണ്ടെത്തിയത്, സസ്യകോശം കണ്ടെത്തിയത്, ജന്തുകോശം കണ്ടെത്തിയത്, കോശമർമ്മം കണ്ടെത്തിയത് ആരാണ്? ആദ്യമായി കോശത്തെ പറ്റിയുള്ള പുസ്തകം. ഇതെല്ലാം ഓർത്തിരിക്കുക. കൂടാതെ കോശത്തിനുള്ളിലെ ഭാഗങ്ങൾ, പ്രധാന ഭാഗങ്ങൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് ഊർജ്ജനിലയം, സഞ്ചാരപാത, അവയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും വരുന്ന ചോദ്യങ്ങളാണ്. വർണ്ണകങ്ങൾ അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം ഓർത്തിരിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.